പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് മതനിരപേക്ഷത. നമുക്ക് എല്ലാവർക്കും അറിയാം, മതവിശ്വാസികളായ ആളുകൾ, ഭൂരിപക്ഷ സമുദായമായ ആളുകൾ, ന്യൂനപക്ഷ സമുദായമായ ആളുകൾ, എണ്ണത്തിൽ വളരെ കുറവായ ആളുകൾ, മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ് ഭാരതം. അതുകൊണ്ടാണ് മതനിരപേക്ഷത. എന്താണ് മതനിരപേക്ഷത? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാതിരിക്കാം, അവരുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള വിശാലമായ മതനിരപേക്ഷതയുടെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന മതനിരപേക്ഷതയും ഗാന്ധിജി കൊണ്ടുവന്ന സർവധർമ്മ സമഭാവയും ഒക്കെ ചോദ്യം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്തസ്സത്ത എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ മൗലിക അവകാശം എന്ന് പറയുന്നത് എന്റെ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ, എന്റെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ, ജീവിക്കാനുള്ള, വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള, മാന്യമായി ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, സംസ്ഥാനത്തിന്റെ പേരിൽ, വെള്ളത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ എന്നുള്ളവരെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ വിശാലമായ അർത്ഥങ്ങളെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, നമ്മുടെ ഭരണഘടന വെല്ലുവിളി നേരിടുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയോ രൂപീകരിക്കപ്പെട്ടതല്ല ഭരണഘടന.